അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷഹ്വത്തുൽ ഫർജിനെ കസ്ർ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. 153 പേജ് കഴിഞ്ഞു, ഇനി 154 തുടങ്ങണം. ഇവിടെ ബയാനു മാ അലൽ മുരീദീന ഫി തർക്കി തസവ്വുജി വ ഫിഅലിഹി ആണ് വിഷയം. മുരീദിൻ്റെ ബാധ്യത വിവാഹം ഒഴിവാക്കലും വിവാഹിതനാവലും, ഇത് രണ്ടിൽ നിന്ന് എന്താണ് മുരീദിൻ്റെ ബാധ്യത എന്ന് വിശദീകരിക്കുന്നതാണ് ഇവിടെ. മുരീദ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാവും. നമ്മൾ ഈ ഷെയ്ഖ് മുരീദ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ദീനിയായ നിലക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. നമ്മൾ ഒരു ത്വരീഖത്തിലും മറ്റുമൊക്കെ കൂടുന്ന ആളുകളാകുമ്പോൾ അതല്ലെങ്കിലും ഒരു ഉസ്താദിൻ്റെ കീഴിൽ, ഒരു ഷെയ്ഖിൻ്റെ കീഴിൽ നമ്മൾ തർബിയത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ വളർന്നു വരികയാണ് ചെയ്യുക. അങ്ങനെ വിവിധങ്ങളായ പരിശീലനങ്ങളും തർബിയത്തുകളും ഒക്കെ നേടിയെടുത്ത് അവനൊരു ഉന്നതമായ വിധാനത്തിലേക്ക് എത്തുന്ന അവസ്ഥ. അതാണ് നമ്മളൊരു ഒരു തർബിയത്തിൻ്റെ തസവുഫിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ്. അങ്ങനെയുള്ള ശിഷ്യ സമൂഹത്തിന് പറയുന്ന പേരാണ് മുരീദീങ്ങൾ എന്ന്. സാധാരണ നമ്മൾ തുരീഖത്തിൻ്റെ മുരീദ്, ഷെയ്ഖ് മുരീദ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതാണ് മുരീദ്. ഈ മുരീദിൻ്റെ ബാധ്യത ആദ്യം തന്നെ വിവാഹം ചെയ്യുക എന്നുള്ളതല്ല. നമ്മളിപ്പം ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മറ്റൊക്കെ നോക്കിയാൽ കുറേ വിവാഹം ചെയ്യാത്ത ആളുകളെ കാണാം. വിവാഹം ചെയ്യാത്ത ആളുകളെ കാണുമ്പോഴേക്കും വിവാഹം ചെയ്യൽ സുന്നത്താണ്, റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്, അത് ഒഴിവാക്കണോ, എങ്ങനെ വലിയാകുക, ഇങ്ങനെ പല സംശയങ്ങളുണ്ടാവും. നമുക്ക് അതിനൊന്നും ഒരു അർത്ഥമില്ല. വിവാഹം ചെയ്യൽ പുണ്യമായ ആളുകളുണ്ട്, വിവാഹം ചെയ്യാതിരിക്കൽ പുണ്യമാകുന്ന ആളുകളുണ്ട്. എല്ലാം വ്യക്തിയധിഷ്ഠിതമാണ്. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചാണ് അത്തരം കാര്യങ്ങളൊക്കെ വരിക. അത് നമ്മൾ തത്വത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഈ വിവാഹം എന്നുള്ളത് ആർക്കാണ്? വിവാഹം ചെയ്യാൻ ആവശ്യമുള്ളവന്. അവന് ലൈംഗികമായ താല്പര്യങ്ങളുണ്ട്. അതൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ അവൻ നിൽക്കുന്നുണ്ട്. അധികം ആളുകളും അങ്ങനെ ആയിരിക്കും. അവൻ്റെ കണ്ണിനെ പോലും നിയന്ത്രിക്കാൻ കഴിയില്ല. അവൻ കണ്ണോക്കാനോടത്തൊക്കെ ഇങ്ങനെ നോക്കിപ്പോവും. ഇങ്ങനെയുള്ള ഒരാൾ നിർബന്ധമായി വിവാഹം ചെയ്യണം. വിവാഹം ചെയ്യാതിരിക്കാൻ പറ്റൂല. അതാണ് ശറഅ്. നേരെ മറിച്ച് ഒരാൾ ഇങ്ങനെയൊന്നുമല്ല, ഇങ്ങനത്തെ ചിന്തകളോ താല്പര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ എന്തിനാണ് വിവാഹം ചെയ്യണത്? വെറുതെ ഒരു പണി ഉണ്ടാക്കണം എന്തിനാ? അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും. അവർ അള്ളാഹുവിൽ മാത്രം ലയിച്ച് ചേരുന്നവരായിരിക്കും. അള്ളാഹുവിനെ പ്രേമവാചനമായി കണ്ടിട്ടുണ്ടാവും. അള്ളാഹുവിൽ ലയിക്കുക, അവനെ കാണുക, അവനെ ഇബാദത്തെടുക്കുക എന്നുള്ളതിനേക്കാളും രസമുള്ള ഒന്നും അവർക്കുണ്ടാവില്ല. അപ്പം ദുന്യവിയായിട്ടുള്ള എല്ലാ ശുഗലുകളിൽ നിന്നും മാറി നിൽക്കും. അങ്ങനത്തെ ആളുകൾ വിവാഹം ചെയ്യാതിരിക്കാനാണ്. കാരണം ഓരോ പെണ്ണിട്ടിട്ട് കാര്യമല്ല. ആ പെണ്ണുങ്ങളും കൂട്ടിൽ നോക്കാൻ അവനോട് കഴിച്ചില്ല. അതതിൻ്റെ പ്രശ്നം. അപ്പം അങ്ങനത്തെ ഒരു വിവാഹം ചെയ്യേണ്ട. ഓലെ കൊണ്ട് വേറെ ശല്യം ഉണ്ടാവില്ല. നേരെ മറിച്ചോ വിവാഹം ചെയ്യണില്ല, പിന്നെ ബാക്കി അങ്ങാടി ഇറങ്ങി നിന്നിട്ട് ബസ് സ്റ്റോപ്പ് നിന്നിട്ട് ഇങ്ങനെ ഒരു പലയാതി പരിപാടികളുമാണ്. അത് വിവാഹം ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും രണ്ട് ലൈനാണെന്ന് മനസ്സിലാക്കണം. അതാണ് മൊത്തത്തിൽ നമുക്കിവിടെ പറയാനുള്ള കാര്യങ്ങൾ. പെട്ടെന്ന് നോക്കാം. ഏലം അന്നൽ മുരീദ അലാ യൻബഗി അൻ യശ്ഗല നഫ്സഹു ഫി ഇബ്തിദാഇ അംരിഹി. ഒരു മുരീദിന് പറ്റില്ല ലാ യൻബഗി അൻ യശ്ഗല നഫ്സഹു ഫി ഇബ്തിദാഇ അംരിഹി. അവൻ്റെ കാര്യത്തിൻ്റെ തുടക്കത്തിൽ അവനൊരിക്കലും ശൂലാവാൻ പാടില്ല. തസ്വീജ് കൊണ്ട് ശൂലാവാൻ പാടില്ല. അവനിങ്ങനെ തുടങ്ങുകയാണ് അവൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ. അപ്പം തന്നെ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്? വിവാഹം ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നെ അവൻ്റെ ഒരു കാര്യം നടക്കില്ല. വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവന് കുറേ ബാധ്യതകൾ വന്നു. ആ ബാധ്യത നിർവഹിക്കാൻ അവൻ ബാധ്യസ്ഥനാണല്ലോ. അപ്പോൾ അവൻ്റെ പഠനം, അവൻ്റെ മുന്നോട്ടുള്ള ചിന്താ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഒരു മുരീദും തന്നെ ആദ്യ അവസരത്തിൽ എന്ത് ചെയ്യരുത്? വിവാഹം ചെയ്യരുത്. കാരണം ഫൈന ദാലിക യംനഉഹു അനിൽ ഇഖ്ബാലി ബി കുൻഹിൽ ഹിമ്മത്തി. അവൻ്റെ ചിന്ത മുഴുവനായിട്ട് കൊണ്ട് അവൻ മുന്നിടുന്നതിന് തടസ്സമാകും. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ മേൽ മുന്നിടാൻ തടസ്സമാകും. കമാ സബഖ മുമ്പ് കഴിഞ്ഞു പോയി. അപ്പം സമ്പൂർണ്ണമായി അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നുള്ളൊരു പരിശീലനത്തിലാണ് ഒരു മുരീദ് ഉണ്ടാവുക. ആ ഒരു ഘട്ടത്തിന്, ആ ഒരു സിസ്റ്റത്തിന്, ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാണ് വിവാഹം ചെയ്യുക എന്നുള്ളത്. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ഒരിക്കലും നാം അള്ളാഹുവിലേക്കുള്ള സബീലിൻ്റെ ആദ്യ വഴിയിൽ, ആദ്യ കാലഘട്ടത്തിൽ അവൻ വിവാഹം ചെയ്യരുത്. വക്കദാലിക ഇതേപോലെ ഖാല അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ തസവ്വജ ഫഖദ് റക്കന ഇല ദുനിയ. ഒരാൾ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അവൻ ദുന്യാവിലേക്ക് ചാഞ്ഞു. സ്വാഭാവികമാണ്. വിവാഹം ചെയ്താൽ പിന്നെ ഓരോ ജോലി ചെയ്യണം, പൈസ ഉണ്ടാക്കണം, കുട്ടികളെ നോക്കണം, കുട്ടികളുണ്ടാകും, അവരെ നോക്കണം, അങ്ങനെ എന്തൊക്കെ ദുന്യവിയായ വിഷയങ്ങൾ വരുന്നുണ്ട്.
വക്കാല അബൂ സുലൈമാൻ ദാറാനി പറയുന്നു, മാ റഅയ്തു മുരീദൻ തസവ്വജ, വിവാഹം ചെയ്തൊരു മുരീദിനെ ഞാൻ കണ്ടിട്ടില്ല, എന്നിട്ട് ഫസബത അലാ മാ കാൻ, മുമ്പ് അവനുള്ള അവസ്ഥയിൽ നിലനിന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരാൾ നല്ലൊരു അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ, അള്ളാഹുമായിട്ട് വലിയ റിലേഷൻസ് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരും, സ്വാഭാവികമാണ്. അതേ അവസ്ഥയിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ സുലൂക്കിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഇത് ചെയ്യരുത്. നമ്മളെല്ലാവരും പിന്നെ എല്ലാം കഴിഞ്ഞവരാണ്, ഇത് പറയുന്നതിനൊന്നും പ്രസക്തിയൊന്നുമില്ല. പക്ഷേ നമ്മളിതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുക എന്നർത്ഥം. അപ്പോൾ പഠനത്തിൻ്റെ തുടക്കത്തിൽ കാലത്ത് നേരെ വിവാഹം ചെയ്യാൻ പാടില്ല. അത് കാരണം അതെല്ലാത്തിനും തടസ്സം ഉണ്ടാകുന്നതാണ്. വലം നീ അറിയുക, അന്നക്ക ഇൻ ഖിസ്ത നഫ്സക ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നിൻ്റെ സ്വന്തം നഫ്സിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുലനം ചെയ്താൽ, ഖിയാസാക്കിയാൽ, ഫഖദ് അഖ്തഅത തരീഖ, നീ വഴിപിഴച്ചവനാകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ, അതായത് പൊതുവെ പറയുന്നൊരു ന്യായം, മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി എന്നാണല്ലോ. എൻ്റെ സുന്നത്തിന് ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ എന്നിൽപ്പെട്ടവനല്ല. അങ്ങ് ഹദീസിൻ്റെ ഉള്ളതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അത് എല്ലാവർക്കും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിപ്പോൾ 11 വിവാഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നബി തങ്ങളെ സുലൂക്കുൽ എന്ത് കുറവാണ് പറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയാണ് നമ്മൾ എന്നൊരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം എത്ര വിവാഹം ചെയ്താലും എന്തൊക്കെയാണെങ്കിലും ദുന്യവിയായ അത്തരം ചിന്തകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അളവ് സ്വാധീനിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ വഴിയിൽ അളവ് സ്വാധീനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനല്ല. നമ്മെ പലതും സ്വാധീനിക്കപ്പെടും, പലതും നമ്മെ സ്വാധീനിക്കും. അതാ ഫഇന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം കാന ലാ തശ്ഗലുഹു ദുനിയ വൽ ആഖിറ വമാ ഫീഹിമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷൂലാക്കുന്നില്ല ദുന്യാവും ആഖിറും അതിലുള്ള ഒരു സാധനവും. എല്ലാം അള്ളാഹുവിന് വേണ്ടി ആണ് സമർപ്പിക്കപ്പെടുന്നത്. അവിടെ ഒരിക്കലും തന്നെ നിബിധങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല കാര്യത്തിലും ഷൂലാകുന്നുണ്ട്. അതുകൊണ്ടൊന്നും നിബിധങ്ങളുടെ ഉഖർവിയ കാര്യങ്ങൾക്കോ മറ്റൊന്നും ഒരു തടസ്സം വരില്ല. അപ്പോൾ ദുന്യാവും ആഖിറും അതിലുള്ള സകലമാന വസ്തുക്കളും അള്ളാഹുലേക്കുള്ള ഇഖ്ബാലിനെ തൊട്ട് നിബിധങ്ങൾക്ക് തടസ്സമാകുന്നില്ല. വൈലിഹി ലിഷാറത്ത് ബി ഖൗലിഹി തആല, അതിലേക്കാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്, മാ സാഖൽ ബസറു വമാ തഗാ എന്ന് പറഞ്ഞല്ലോ. കണ്ണൊരിക്കലും തെറ്റുന്നില്ല, അത് വഴിപിഴക്കുന്നുമില്ല. നബി തങ്ങളുടെ കണ്ണ് എപ്പോഴും, നിരീക്ഷണം എപ്പോഴും അള്ളാഹുലേക്ക് മാത്രമാണ്. അതിന് മറ്റൊന്നും തന്നെ ഒരു സമയത്തും അത് തടസ്സമായി വരുന്നില്ല. ഫഇന്നഹു കാന ലാ യശ്ഗലുഹു അനില്ലാഹി ശാഗിലുൻ, അള്ളാഹുവിനെ തൊട്ട് ഒരു വസ്തുവും നബി തങ്ങളെ ശുഗലാക്കുന്നില്ല. ഫൈദൻ, അങ്ങനെ വരുമ്പോൾ മഹ്മാ ഗലബത അലൈക ശഹവത്തു, നിനക്ക് ശഹവത്ത് ഗാലിബായി കഴിഞ്ഞാൽ, അപ്പം നബിതങ്ങൾ കുറേ വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വിവാഹം ചെയ്യുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്നർത്ഥം. അതാണ് ഇപ്പോൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ചെയ്യാതിരിക്കാതെ നബിതങ്ങളെ ഒരു നിലക്കും സ്വാധീനിക്കുന്നതല്ല. നമ്മെ പലതും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. നീ ചെയ്യേണ്ടത് എന്താണ്? നിനക്ക് ഷഹ്വത്ത് അങ്ങോട്ട് വാലിബായി, നിനക്ക് പിടിച്ചാൽ കിട്ടാത്ത ഷഹ്വത്ത് നിനക്കുണ്ട്. എന്നാ ഫഅലൈക ബിസ്സൗം വൽ ജൂഅ്, നീ നോമ്പ് നോൽക്കുക, വിശക്കുക, വൽ അത്ശി വസ്സഹർ, ദാഹിക്കുക, ഉറക്കം കളയുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അതായത് പഠിക്കണ കാലത്തെ അവസ്ഥ നീ പറയണം കേട്ടോ. ഒരാൾക്ക് ഭയങ്കരമായ ഷഹ്വത്ത് കൊണ്ട് അവൻ പ്രയാസപ്പെടുന്നു. വിവാഹം ചെയ്താൽ മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ്റെ പഠനവും കാര്യങ്ങളും അവൻ്റെ സുലൂക്കൊന്നും നടക്കില്ല. അങ്ങനെ വരുമ്പോൾ നോമ്പ് വിൽക്കുക, പട്ടിണി എടുക്കുക, വിശക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇതാണല്ലോ ഷഹ്വത്ത് കുറക്കാനുള്ളൊരു വഴി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണം കുറക്കുക എന്നുള്ളത്. വൽ ഗാലിബു അൻ തൻതഫിഅ ബിദാലിക, കൂടുതൽ സാധ്യതയും അതുകൊണ്ടൊക്കെ തള്ളിപ്പോകുന്നുള്ളതാണ്, ആ ഷഹ്വത്തൊക്കെ പോയിക്കോളും എന്നുള്ളതാണ്. ഇനി ഫഇൻ കാനത ഖാരിജത്തൻ അൽ ഹദ്ദി, അത് പരിധിക്ക് പുറത്താണെങ്കിലോ, അലാ ഖിലാഫിൽ മുഅ്താദി, സാധാരണക്ക് വിരുദ്ധമായി ഭയങ്കരമായ ഷഹ്വത്ത്, ഒന്നുകൊണ്ടും അതുണ്ടാവുന്നില്ല, തട്ടിപ്പോകുന്നില്ല. വലൈസ യഖ്ദിറു അലാ ഹിഫ്ളിൽ ഐൻ, കണ്ണ് സൂക്ഷിക്കാൻ അവന് സാധിക്കുന്നതന്നല്ല. എന്തൊക്കെ ആയിട്ടും എന്ത് ചെയ്യാണ്? ഓരോ സ്ഥലത്തേക്ക് നോക്കി പോവുകയാണ്, ഓരോരുത്തരെ കാണുമ്പോൾ നോക്കി പോവുകയാണ്. അത്ര വലിയ പ്രയാസത്തിൽ അവൻ അകപ്പെട്ടാൽ പിന്നൊന്നും നോക്കണ്ട. വജബ ഫഖദ് വജബ ബിഹുക്മി ഖുസൂസിൽ ഹാൽ, അവൻ്റെ ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത കാരണം നിർബന്ധമാകും. നിക്കാഹ് നിർബന്ധമാകും. ഹത്താ യസ്തരിഹ, അപ്പോഴും റാഹത്തുണ്ടാവുള്ളൂ. പിന്നെ പഠനം നോക്കിയിട്ട് കാര്യമില്ല. വഴിപിഴച്ചൊരു രീതിയിലേക്ക് ഒരിക്കലും പോകാൻ ശറഅ അനുവദിക്കില്ല. അപ്പോൾ ഒരാൾക്ക് അത്രയും വലിയ പ്രയാസത്തിലാണ്, അവൻ പരമാവധി നോൻപൊക്കെ നോറ്റ് വളരെ നിയന്ത്രിച്ച് പോകണം. തെറ്റായ ഒരു കാര്യത്തിലേക്ക് പോകാൻ ഇതൊന്നും ന്യായമേ അല്ല. ഒരു തെറ്റിലേക്കും എത്തിപ്പെടാനും പാടില്ല. കണ്ണിനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളങ്ങനെ ആകുന്നുണ്ടെങ്കിൽ പിന്നെ വിവാഹം ചെയ്യൽ നിർബന്ധമാണ്. അപ്പോഴേ ഈ റാഹത്തുണ്ടാവുള്ളൂ. ഇല്ല, അങ്ങനെ വിവാഹം ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ഫമല്ലാ യഖ്ദിറു അലാ ഹിഫ്ദിൽ ഐൻ, കണ്ണ് സൂക്ഷിക്കാൻ കഴിയാത്തവന് ലാ യഖ്ദിറു അലാ ഹിഫ്ദിൽ ഖൽബ്, അവൻ്റെ ഹൃദയം സൂക്ഷിക്കാൻ കഴിയില്ല.
പിന്നെ ഇതാ തഫറഖഹമ്മുഹു, ഒരുത്തൻ്റെ ചിന്തകളും ടെൻഷനുകളും ഒക്കെ ആകെ അവൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫലാ ഫായിദത്ത ഫീ ഉസൂബത്തിഹി, അവൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിൽ, അവൻ വിവാഹം ചെയ്യാതിരിക്കുന്നതിൽ ഒരു ഫായിദയുമില്ല. ഉസൂബത്ത് പറഞ്ഞാൽ ബ്രഹ്മചര്യം കേട്ടോ, അതായത് വിവാഹം ചെയ്യാത്ത അവസ്ഥ, അവിവാഹിതനാകുന്ന അവസ്ഥക്കാണ് ഉസൂബത്ത് അറിയില്ല. ബൽ യുഖാഫു അലൈഹി, ഓൻ്റെ മേൽ പേടിക്കപ്പെടണം. മാ ഖാല ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം പേടിക്കണം. എന്താ ഈസാ നബി പറഞ്ഞത്? ഇയ്യാക്കും വന്നദറത്ത, നിങ്ങൾ നോട്ടത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹാ തസ്റഉ ഫിൽ ഖൽബി ശഹവതൻ, ആ നോട്ടം ഹൃദയത്തിൽ വികാരത്തെ ഉണ്ടാക്കും. വകഫാ ബിഹാ ഫിത്നതൻ, ഫിത്നക്കത് മതി. നോട്ടം ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈസാ നബി പറഞ്ഞു ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്, ഓരോ സ്ഥലത്തേക്ക് നോക്കൽ. കാരണം നോക്കുമ്പോൾ മനസ്സിൽ താല്പര്യം ഉണ്ടാവും, പിന്നെ അതിങ്ങനെ ആലോചിക്കും, അവൻ്റെ ടെൻഷൻ, അവൻ്റെ ചിന്ത മുഴുവൻ അതായിട്ട് മാറും. ഏറ്റവും വലിയ ഫിത്ന അതായിരിക്കും. ഈ നോട്ടം യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഫിത്നയാണ്. അന്നദറു സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ് എന്നൊരു ഹദീസ് കാണാം. അതുകൊണ്ട് നോട്ടം ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒരാൾക്ക് മുരീദാകുന്ന അവസ്ഥയിലാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും വികാരം ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും നോമ്പ് നോറ്റ മറ്റു വഴിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ നിയന്ത്രിക്കണം. പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല. ഒരാൾക്ക് നോട്ടം തന്നെ വരികയാണ്. ആ സംഗതി തന്നെ പെട്ടെന്ന് വിവാഹം ചെയ്തു കൊള്ളണം, പിന്നെ ബാക്കിയൊന്നും നോക്കണ്ട. കാരണം അല്ലാതെ അവൻ്റെ കാര്യങ്ങൾ നേരാവില്ല. അവന് ഏകാഗ്രത കിട്ടണമെങ്കിൽ തന്നെ, എന്തെങ്കിലും മനസ്സ് വരണമെങ്കിൽ തന്നെ വിവാഹം ചെയ്യേണ്ടി വരുമ്പോൾ വിവാഹം ചെയ്യാം. എന്നല്ലാതെ വേറെ എന്തെങ്കിലും വഴി സ്വീകരിക്കലും മറ്റൊന്നും പറ്റൂല. വഴികളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരിക്കലും അനുവദനീയമല്ല. ഇതാണ് ഇതിൻ്റെയൊക്കെ ശറഈയായ വഴി. ഖാല സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നമാ ജാഅത്ത് ഫിത്നത്തു ദാവൂദ് മിൻ അജ്ലിൻ നദർ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഫിത്ന വന്നതും നോട്ടം കാരണമാണ്. സൂറത്ത് സ്വാദിൽ ദാവൂദ് നബിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ. പിന്നെ കുറേ ഭാര്യമാരുണ്ടായിരുന്നു, മറ്റൊരു പെണ്ണിനെ കൂടി വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചൊരു വിഷയം കാണാം. ഇത്തരം പാഠങ്ങൾക്ക് വേണ്ടിയാണ് അത്തരം സംഗതികൾ ഉണ്ടാകുന്നത്. അത് നോട്ടമാണ് ഇതിൻ്റെ കാരണം. ദാവൂദ് നബി തന്നെ തൻ്റെ മകനോട് പറയുന്നുണ്ട്. വഖാല ദാവൂദ് ലിബ്നിഹി അലൈഹിസ്സലാം, മകൻ സുലൈമാൻ നബിയോട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇംഷി ഖൽഫൽ അസദി വൽ ഉസൂദ്, എൻ്റെ പൊന്നുമോനെ നീ നടന്നോ, സിംഹങ്ങളെ പിന്നാലെ നടന്നോ, ഒരു കുഴപ്പമില്ല. സിംഹത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുക, അതിനൊന്നും ഒരു പ്രശ്നമില്ല. രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടായാൽ മതി. ഏറുന്ന സിംഹം നമ്മളെ പിടിച്ച് കൊല്ലും, ഇത്രയേ ഉണ്ടാവുള്ളൂ. എന്നാൽ വലാ തംശി ഖൽഫൽ മർഅ, ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കരുത്. അത് ഏറ്റവും വലിയ ഫിത്നയാണ്. പെണ്ണിൻ്റെ പിന്നാലെ നടന്നാൽ മനുഷ്യനാകെ ഫിത്നപ്പെടും. കാരണം നമ്മളതിൽ ആകൃഷ്ടയാകും. അതിനാലെ ഉണ്ടാകുന്ന പലജാതി പ്രശ്നങ്ങളുമുണ്ട്. അവളെ നോക്കിക്കൊണ്ടിരിക്കും. അത് വിവാഹം ചെയ്ത ആളുകൾക്ക് പോലും വലിയ പ്രശ്നമുണ്ടാക്കുന്നതാണ്. മറ്റൊരാളെ ഇങ്ങനെ കാണുക, പിന്നെ അത് ചിന്തിച്ച് നടക്കുക, സ്വന്തം ഭാര്യയോട് പിന്നെ താല്പര്യമില്ലാതെയാവുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കണ്ടമാനം പ്രശ്നങ്ങൾ ഈ മേഖലയിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ദീൻ ഈ വിഷയത്തിൽ കണിശമായ ചില സമീപനങ്ങളും നിയമങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാവാൻ കാരണം വെറുതെയൊന്നുമല്ല. അതുകൊണ്ടല്ലേ നീ സിംഹത്തിൻ്റെ പിന്നാലെ നടന്നോ കുഴപ്പമില്ല, പക്ഷേ പെണ്ണിൻ്റെ പിന്നാലെ നടക്കരുത്. കാരണം ഒരു പുരുഷൻ ഫിത്നയിലാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. വക്കീലുടെ യഹ്യ ബിൻ സക്കരിയയോട് ചോദിക്കപ്പെട്ടു, എന്നാണ് സക്കരിയ നബിൻ്റെ മകൻ യഹ്യ അലൈഹിസ്സലാം, ഒരു നബിയാണ് അറിയാം. മാ ബുദൂബുസിന, സിനയുടെ തുടക്കം എന്താണെന്ന് ചോദിച്ചു. എന്താണ് സിനയുടെ തുടക്കം യഹ്യ നബിയോട്? യഹ്യ നബി പറഞ്ഞു, അന്നദറു വത്തമന്നി, അതാണ് നോട്ടവും ആഗ്രഹവും. കണ്ണുകൊണ്ടുള്ള നോട്ടവും ആഗ്രഹവുമാണ് സിനയുടെ തുടക്കം. അവിടെ ഇല്ലം തുതാലിബുഹു നഫ്സുഹു മുതാലബത്തൻ ലാ യഖ്ദിറു അലാ കസ്രിഹ, ഇനി നിൻ്റെ നഫ്സ് തേടുന്നില്ല, നിക്കാഹിനെ തേടുന്നില്ല, ഒരു തേട്ടം ലാ യഖ്ദിറു അലാ കസ്രിഹ, നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തേട്ടമൊന്നും നിനക്കില്ല. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. എനിക്ക് ഭൂതിയൊക്കെ ഉണ്ട്, പക്ഷേ നിയന്ത്രണ വിധേയമാകുന്നതേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്നാൽ ഫലഹു അല്ല എങ്കിഹ, അവരെ വിവാഹം ചെയ്യാതിരിക്കാൻ ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരാൾ വിവാഹം ചെയ്യുന്നില്ല തീരുമാനിച്ചാൽ അതുകൊണ്ടൊരു കുഴപ്പമില്ല. അവൻ വിവാഹം ചെയ്യണ്ട. വെറുതെ അവർ വിവാഹം ചെയ്തൊരു പെണ്ണാണ് നിറാക്കണതിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നോട്ടം ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ന്യായവും, അതായത് ഓങ്ങനെ എല്ലാവരും നോക്കുക, പല നിലക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക. കാരണം എന്താ, ഞാൻ പെണ്ണിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഓനൊക്കെ പറ്റുന്ന, അത് ന്യായമല്ല. അങ്ങനത്തെ വിവാഹം ചെയ്യണം, വിവാഹം ചെയ്യൽ നിർബന്ധമാണ്, അതിൽ നിന്ന് മാറിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കൃത്യമായ രീതി വിവാഹം ചെയ്യാതിരിക്കൽ എന്ന് പറയുന്ന രണ്ടു കാര്യങ്ങൾക്കും കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ വിവാഹം ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ വിവാഹം ചെയ്യുന്നു എന്ന ഒറ്റ ന്യായത്തിന് പ്രസക്തിയൊന്നുമില്ല. അതെല്ലാം സ്വാഭാവികമാണ്, എല്ലാ കാര്യങ്ങളും നിരുപാധികമല്ല എന്നർത്ഥം. നിർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ്. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.